അതേപോലെ ഇവിടെയുള്ള ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ് മിൽക്കി വേ എന്ന് കേട്ടു. അത് ഞാൻ പണ്ട് ലഡാക്ക് പോകുമ്പോൾ ഈ മിൽക്കി വേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് സ്കൈ ആണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ദുബായിൽ അങ്ങനെ ഒരു സ്പോട്ട് ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ദില്ലുവിനോട് പറഞ്ഞപ്പോഴാണ്. അൽക്കുവ എന്നാണ് ആ സ്പോട്ടിൻ്റെ പേരെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു അൽക്കുവ ഇവിടെയുള്ള അധികം ആളുകൾക്കും അത്ര ഫേമസ് അല്ലാത്ത ഒരു പോയിന്റാണ് അൽക്കുവ. അതെ, അൽക്കുവിനെ പറ്റി എന്താ പറയണത്? സോ അൽക്കുവിനെ പറ്റി ഞാനിത് അറിയുന്നത് അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞല്ല, ഞാൻ തിരഞ്ഞതാണ് ആക്ച്വലി. സോ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഐ എം ഫാസിനേറ്റഡ് അബൌട്ട് സ്കൈ. ശരി. എപ്പോഴും എനിക്ക് എന്താ പറയുക, ഈ മാൻമേഡ് സ്ട്രക്ചേഴ്സോ അങ്ങനെയുള്ള എന്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്നും ടോപ്പിൽ എനിക്ക് പ്രപഞ്ചമാണ്, ലോകമാണ്. കാരണം എന്താ പറയുക, അതിൻ്റെ ഒരു വാസ്റ്റ്നെസ്സും സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴും ഇനിയിപ്പോൾ ഡോക്യുമെൻ്ററി ആയാലും പോഡ്കാസ്റ്റ് ആയാലും എന്തായാലും ഞാൻ അത് എപ്പോഴും ഇങ്ങനെ എടുത്തു നോക്കുന്നുണ്ട്. ശരി. അപ്പം ഇത് കാണാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പിന്നെ ഇങ്ങനെ തിരയില്. അപ്പം പലരും പറയും എന്താണ് നോർവേ ഇസ് എ ബെറ്റർ ഓപ്ഷൻ, അവിടെ എന്താ പറയുക പ്രോപ്പർ വ്യൂ. കാരണം ഈ ലൈറ്റ് പൊല്യൂഷൻ ആണല്ലോ ഈ ഒരു വ്യൂ തടസ്സം വരുന്ന മെയിൻ ഒരു. അപ്പോൾ ഇതിന്റെ ഡാർക്ക് സ്പോട്ട്സ് തിരഞ്ഞിട്ടാണ് പിന്നെ നെക്സ്റ്റ്. അപ്പം ഈ ലൈറ്റ് പൊല്യൂഷൻ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് സ്ഥലങ്ങൾ തപ്പാൻ തുടങ്ങി. ശരി. അപ്പം ഈ കളർ സ്കെയിൽ എങ്ങനെ വരിക എന്ന് വെച്ചാൽ യെല്ലോ ടു ബ്ലൂ ടു ബ്ലാക്ക് ആണ് വരിക. അപ്പം ഈ യെല്ലോ ഇങ്ങനെ മാറി റെഡിലേക്ക് പോകും, റെഡിൽ നിന്ന് ഇങ്ങനെ മാറി ഒന്ന് ഇങ്ങനെ ലൈറ്റ് ബ്ലൂയിലേക്ക് പോകും, ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആവും, അതിങ്ങനെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ 0% ഡാർക്ക്നെസ്, പ്യൂർ ഡാർക്ക്നെസ് ആണ്. അപ്പോൾ ഇങ്ങനെ തപ്പിയിട്ട് 0% ഡാർക്ക്നെസ് ഇവിടുത്തെ വൺ ഓഫ് ദ എന്താ പറയുക ഒരുപാട് ടെയിൽസ് ഇറങ്ങി കിടക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്, ദ എംപ്റ്റി ക്വാർട്ടർ എന്ന പേര്. ആ ഒരു ഏരിയ ആണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ സെഡാൻ വെച്ച് പോകാന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യം. പിന്നെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ് ഈ അൽക്കുവ. അപ്പോൾ അൽക്കുവ മിൽക്കി വേ സ്പോട്ട് എന്ന് പേരുണ്ടെന്ന് പോലെ അന്ന് എനിക്ക് അറിയില്ല. ശരി. അപ്പോൾ അങ്ങനെ ഒരു ലൊക്കേഷൻ കണ്ട് ഞാൻ ഗൂഗിൾ മാപ്പിൽ ഇരുന്ന് സ്കാൻ ചെയ്ത് നോക്കി, സൂം ചെയ്ത് നോക്കി വണ്ടി പോകാൻ പറ്റുമോ താന്ന് പോലെയൊക്കെ. ഡിസ്റ്റൻസ് വളരെ ഉണ്ട്. വൺ സൈഡ് 2.25 കിലോമീറ്റർ അല്ല 2.25 മണിക്കൂർ ഇവിടുന്ന് ഡ്രൈവ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഇതേമാതിരി ഇറങ്ങിയതാണ്. ഒറ്റക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ യാത്രയിൽ അധികം ഞാൻ എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സും അതേമാതിരി എന്താണ് ബോട്ടിൽ ഓഫ് വാട്ടർ ഇതൊക്കെയാണ് മെയിൻ. ഫുൾ ടാങ്ക് ആക്കിയിട്ട് ഇറങ്ങുക ചെയ്യുക. ഇതേമാതിരി ഒരു പ്രാവശ്യം ഇറങ്ങിയതാണ്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല എമിറേറ്റുകളും കഴിയും, പല ലൊക്കേഷൻസും പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വാങ്ങി കഴിക്കും. അതൊക്കെ രസമാണ്. അങ്ങനെ ഈ അൽക്കുവ ഈ ലൊക്കേഷനിലേക്ക് കയറുന്നതിൻ്റെ ഒരു 60 കിലോമീറ്റർ പിറകിലോട്ടായിട്ട് ഇവർ ലൈറ്റ് സ്റ്റോപ്പ് ചെയ്യും, സ്ട്രീറ്റ് ലൈറ്റ്സ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അങ്ങോട്ടേക്ക് റിഫ്ലക്റ്റീവ് ലൈറ്റ്സ് ഇല്ല, നമ്മൾ റോഡിൽ ഇങ്ങനെ നടുക്ക് കാണുന്ന ഇതാണ്. ഇത് സെന്ററിൽ റെഡും ലെഫ്റ്റ് സൈഡിൽ റെഡും നമുക്ക് പോകേണ്ട സൈഡിൽ ഗ്രീനും ആയിരിക്കും. ഓക്കെ. നമ്മൾ ഈ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഹൈ ബീം ഇട്ട് പോകുമ്പോൾ ഇറ്റ് ജസ്റ്റ് ലുക്സ് ലൈക്ക് ഹൈവേ ടു നോവെയർ. അങ്ങനെ ഒരു ഫീലാണ്. കാരണം എല്ലാ സൈഡും ഡാർക്ക്നെസ്സും കംപ്ലീറ്റ്ലി ബ്ലാക്കുമാണ്. ഈ ലൈറ്റ്സ് ഇങ്ങനെ കത്തിക്കിടക്കുന്നത് മാത്രമേ നിങ്ങൾ കാണൂ. അപ്പോൾ ഈ റോഡ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ അന്തല്ലാത്ത എങ്ങോട്ടുള്ള റോഡ് മാതിരിയാണ് ഫീൽ ചെയ്യുക. ആ ഒരു റോഡ് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം അവിടെ ഒരു എന്താ പറയുക ലൈറ്റ് ഇൻസ്റ്റാളേഷനോ അല്ലെങ്കിൽ മറ്റുള്ള ഡ്രൈവേഴ്സിനും ഇതറിയാം. അപ്പോൾ നമ്മളിപ്പോൾ ദൂരത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ ഒരു വേണമെങ്കിൽ നമുക്ക് ഡിം ചെയ്ത് തരും. അങ്ങനെ വളരെ കോപ്പറേറ്റീവാണ്. അങ്ങനെ ലൊക്കേഷനിലേക്ക് ഏകദേശം എത്താൻ പോകുമ്പം അവിടെ ബാരിക്കേഡാണ്. ഞാൻ ആകെ പെട്ട് വിചാരിച്ച് അങ്ങോട്ടേക്ക് കയറാൻ കഴിയില്ല, ലോക്ക് ടോ വിചാരിച്ച് ഇങ്ങനെ തപ്പിങ്ങനെ ഇങ്ങനെ ആലോചിച്ചു. ഒന്നും കൂടി ഒന്ന് കുറച്ചുകൂടി വണ്ടി മുമ്പോട്ടാക്കി ഇറങ്ങി ഒന്ന് അങ്ങോട്ടേക്ക് പോയൊക്കെ വണ്ടി ഇങ്ങനെ ആക്കലും മോഷൻ ഗേറ്റ് ശരി. അവിടെ ചെറിയ സെൻസർ ഉണ്ട്. ഞാൻ കുറച്ചൊന്ന് ബാക്കോട്ടായി പോയിരുന്നല്ലോ, വണ്ടി ഒന്ന് മുമ്പോട്ടായപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങ് തുറന്ന് അത് ഭയങ്കര ഫീൽ ആയി. അത് ഞാൻ ശരിക്കും കാരണം ഞാൻ കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റഡ് ആയി പോയി. കാരണം ഞാൻ ഇമ്മാതിരി ഇൻട്രസ്റ്റ് ഇട്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിട്ട് ഇതാന്ന് വിചാരിച്ചിട്ട് എനിക്ക് വളരെ ഒരു സങ്കടം ഉണ്ട്. ഞാൻ ഇത് ഓപ്പണായി ഞാൻ മെല്ലെ അങ്ങോട്ടേ ഇങ്ങനെ വണ്ടി എടുത്ത് പോയി. അപ്പോൾ റോഡ് അൺപേവ്ഡ് റോഡാണ്, സഡാണ് പോവാം. ലൊക്കേഷനിലേക്ക് എത്തി ഡോറടിച്ച് ലൈറ്റ് ഓഫ് ആക്കി മുകളിലോട്ടേക്ക് നോക്കി കുറച്ച് ഏറെ ഇരുന്നു തന്നെയാണ്. ഞാൻ അങ്ങോട്ടേക്കൊന്നും എവിടേക്കും പോയില്ല. ഞാൻ ഈ ഡോറ് ലോക്ക് ചെയ്ത് ഞാൻ മുകളിലോട്ടേക്ക് ഇരുന്നിട്ട് ലിറ്ററലി കണ്ണിങ്ങനെ വെള്ളം ഇങ്ങനെ വന്നത് ഇത് കാണാം. ലിറ്ററലി എന്തെന്നാ പറയാ, നക്ഷത്രങ്ങളുടെ വെളിച്ചം കൊണ്ട് നിങ്ങൾക്ക് ഭൂമി
എന്താണ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ലിറ്റ് ആയിരിക്കും. സാധാരണ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഇട്ട പോലെ, അല്ലെങ്കിൽ ഒരു മൂണിന്റെ പ്രസൻസ് നല്ല നിലാവെളിച്ചൊക്കെ ഉള്ള പോലെ. മൂണില്ല, മൂൺ ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞു. പക്ഷെ ഈ നക്ഷത്രങ്ങളുടെ വെളിച്ചം കാരണം ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാം. ആ ഒരു വാവ് ഫാക്ടേഴ്സ്, അത് എന്താ പറയാ, ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇങ്ങനെ ലൊക്കേഷനിൽ നോക്കുമ്പോൾ പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ അറ്റല്ലാത്ത മരുഭൂമി ഡ്യൂൺസ്, വളരെ ഹൈറ്റ് ഉള്ള ഇതൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് വത്തക്കയും അതേമാതിരി കുറച്ച് ഫ്രൂട്ട്സും ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ഞാൻ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറി. കുന്നിൻ്റെ മുകളിലേക്ക് കയറി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയൊരു വണ്ടി അട നിർത്തിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഒരു ബോട്ടിലേക്ക് നോക്കുമ്പോൾ ദൂരത്തൊന്നും പിന്നെന്താ കണ്ട് സാറ്റിസ്ഫൈഡ് ആയി. ഏകദേശം എനിക്കൊന്നൊരു 1 hour ഞാൻ ആകാശം നോക്കിയിരുന്നു. പലതും കാണാം. ഞങ്ങൾക്ക് കുളിമിങ് പോകുന്നത് കാണാം, ഞങ്ങൾക്ക് നാവിഗേഷൻ സാറ്റലൈറ്റ്സ് പായുന്നത് കാണാം. പിന്നെ നിങ്ങൾക്ക് ഫോണിൻ്റെ സഹായം അല്ലെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ആസ്ട്രോണമി പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാനറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നുള്ള പ്ലാനറ്റ്സ് ആണ് അവർ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതേമാതിരി കോൺസ്റ്റലേഷൻസ്, എന്താ പറയുക, ദ ബിഗ് ബെയർ, അതേമാതിരി തന്നെ അങ്ങനെയുള്ള സൈറ്റേറിയസ്, ഇങ്ങനത്തെ പല കോൺസ്റ്റലേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഇതൊക്കെ നമ്മൾ ഫോട്ടോയിലും ഇതിലൊക്കെ നമ്മൾ കാണുന്നത്. ആക്ച്വൽ ലൈഫ് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കും. യെസ്, ചായക്കപ്പുമായിട്ടുള്ളത് ഇത് മറ്റേത് ഇതുണ്ടല്ലോ, എല്ലാത്തിനും പാപ്പർ അറിയൂല സമയം പോകുന്നത്. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 1 hourന്റെ മുകളിൽ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞാനൊരു 15 minute ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ നോക്കുന്നു. എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നിയിട്ടില്ല. അങ്ങനെ പിന്നെ അവിടെ ചെറുതായിട്ടൊന്ന് ടെൻ്റ് അടിച്ച് അവിടെ കിടന്നുറങ്ങി. രാവിലത്തെ സൺറൈസ് അതെന്തോ എന്താ പറയുക, കറക്റ്റ് ടൈമിൽ ഞാൻ എണീക്കുകയും ചെയ്തു. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ്. കാരണം ഈ എന്താ പറയുക, ലിറ്ററലി വേവ്സ് പോലുള്ള ഈ ഡ്യൂൺസിൻ്റെ അവിടുന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കാണാൻ ഇതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ അൽക്കുവ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? സോ അൽക്കുവ ആക്ച്വലി അബുദാബിൻ്റെ ഒരു സെൻറ്റർ ഫാമേഴ്സ് പോയിന്റിലേക്കാണ്, സിറ്റി വിട്ടിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ എംപ്റ്റി ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷൻ അറേബ്യൻ ഓറക്സ് പ്രൊട്ടക്റ്റഡ് ഏരിയ ഒക്കെ ആ ഒരു സൈഡിലായിട്ടുള്ള ഏരിയ. പിന്നെ റോഡ് മിക്കതും എന്താണ് കാലിയായി, അങ്ങനെ കൺജഷനോ ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ അമ്യൂണിറ്റീസ് ക്യാരി ചെയ്യാന്നുള്ളതാണ്. കാരണം അവിടെ ഒരു ടോയ്ലറ്റിൻ്റെ ഓപ്ഷനോ അങ്ങനെ ഒന്നുമില്ല. അപ് ടു ഒരു 70 kilometers വിട്ടിട്ട് ഇതിനൊക്കെ ഓപ്ഷൻ ഉള്ളൂ. പ്രോപ്പർ ഫുഡ്, പ്രോപ്പർ വാട്ടർ, പിന്നെ മെഡിക്കേഷൻ എന്തെങ്കിലും ആവശ്യമുള്ളവരത് എല്ലാം ക്യാരി ചെയ്തിട്ട് വേണം അവിടെ പോകാൻ. കാരണം അവിടെ സപ്പോർട്ടിൻ്റെ ആളുണ്ടാവില്ല, സഹായിക്കാൻ ഒരാളുണ്ടാവില്ല. ഇറ്റ്സ് എ കംപ്ലീറ്റ് ബാരൻ ലാൻഡ്. പിന്നെ ഒരു ഓപ്ഷൻ അവിടുന്ന് ഏകദേശം ഉള്ള ലൊക്കേഷനിൽ ഒരു 3 kilometer ആ സെയിം റൂട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു ഒബ്സർവേറ്ററി ഉണ്ട്. ആ ഒബ്സർവേറ്ററിയിലാണ് പിന്നെ ഓപ്ഷൻ. അതും സെഡാൻ കാറായിട്ട് പോവുകയാണെങ്കിൽ അവിടെ എത്തൽ നിയർലി പോസിബിൾ ആണ്, ബട്ട് നിയർലി ഡിഫിക്കൽട്ടാണ്. അവിടുത്തെ ഈ ഒരു എന്താ പറയുക, സ്കൈ എന്നൊരു ഓപ്ഷൻ കഴിഞ്ഞ് രാവിലെ പിന്നെ അവിടുത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സാൻഡ് ആസ് ലിക്വിഡ് ആസ് വാട്ടർ എന്ന് പറയില്ല, അതുപോലെയാണ്. നമ്മൾ കുറച്ച് മണ്ണെടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴുകുന്ന മാതിരി ഇതിങ്ങനെ ഒഴുകും, അത് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ രാത്രി ഡിസംബർ ജനുവരി സമയങ്ങളിലൊക്കെ ആണെങ്കിൽ രാത്രിയിൽ പോകുന്നുണ്ടെങ്കിൽ ഐസിലൊക്കെ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ മണ്ണ് അത്ര തണുപ്പായിരിക്കും. ഈവൻ വേനൽക്കാലത്ത് വരെ ഇതിനൊരു ഇളം തണുപ്പുണ്ടാവും. മുകളിൽ ചൂടായിരിക്കും, മണ്ണിലെ ആശ്രമതായാൽ മുകളിൽ തണുപ്പായിരിക്കും. ഒരു വണ്ടർഫുൾ ഫീലിംഗ് ആണ്. പിന്നെ നേരത്തെ കോർഫക്കാൻ ഇതിലൊക്കെ ഇതേമാതിരി കുറേ ഹിഡൻ ലൊക്കേഷൻ, ഹിഡൻ അല്ല നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ മാപ്പിൽ നോക്കിയാൽ അറിയാവുന്ന, എന്നാൽ അതൊരു എക്സാക്ട് സ്പോട്ട് അല്ലാത്ത വേറെ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് കോർഫക്കാനിലുണ്ട്. അതെ, കോർഫക്കാനിൽ, അതേപോലെ തന്നെ മസാഫി, പിന്നെ ഫുജാറ സൈഡിൽ ഒക്കെ ആയിട്ടുണ്ട്. ഇതിൽ ഒരു ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷൻ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഷാർജ. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു ഒമാൻ്റെ ചെറിയൊരു സ്റ്റേറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് വീണ്ടും ഒരു ദുബായിലുണ്ട്, UAE-ൻ്റെ ഒരു പോർഷൻ ഉണ്ട്. ജസ്റ്റ് ലൈക്ക് എ ഡോണറ്റ് പോലെ. അതെ, നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം സെൽഫോൺ കട്ടാവും, റേഞ്ച് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വീണ്ടും നെക്സ്റ്റ് ഇതിൻ്റെ സെൻറ്റർ പാർട്ടിലേക്ക് എങ്ങനെ ഏരിയ ഏകദേശം വാദി മദഹ ഒക്കെ ആ ഒരു ഇതിൽ പെടുന്നത്. അങ്ങ് വാദി മദഹ അനുസരിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അവിടെ തന്നെ. പിന്നെ ഈ ഒരു സെൻറ്റ് പോർഷനിലേക്ക് നിങ്ങൾ പോകുമ്പോൾ, അവിടുത്തെ ഡ്രൈവൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം താമരശ്ശേരി ചുരമൊക്കെ കയറുന്ന ആ ഒരു ഫീലിംഗ് എങ്ങനെ കിട്ടും. കാരണം സൈഡിലൂടെ നിങ്ങൾക്ക് ചിലപ്പം വാഴ കാണാൻ പറ്റും, മാവ് കാണാം, പിന്നെ ഇഫ് യു ലക്കി ഇനഫ് നിങ്ങൾക്ക് പ്ലാവ് കാണാം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാം. പിന്നെ ഈ ഒരു വേറൊരു ലൊക്കേഷനാണ് ഇതേമാതിരി
സോ ഇതിൽ UAE തന്നെ വേറെ രസകരമായിട്ടുള്ള സ്ഥലമുണ്ട്, കോർഫക്കാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരി. ഈ ലൊക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് പാർട്ട് ഓഫ് ഷാർജ എമിറേറ്റ്, കോർഫക്കാൻ ഓൾവേസ്. സോ അതിൻ്റെ അകത്ത് ഒരു ഒമാൻ്റെ ചെറിയൊരു പോർഷൻ ഉണ്ട്. ശരി. ജസ്റ്റ് ലൈക്ക് എ ഡോണറ്റ്. ശരി. ഈ ഡോണറ്റിൻ്റെ ഈ ഒരു സെൻറ്റർ പാർട്ട് വീണ്ടും ഷാർജയാണ്. ശരി. അപ്പോൾ ഈ കംപ്ലീറ്റ് UAEൻ്റെ അകത്തായിട്ട് ഒരു ഒമാനിലെ ഒരു സ്റ്റേറ്റ്, അതിൻ്റെ അകത്ത് വീണ്ടും ഒരു ഷാർജ. അപ്പോൾ ഇത് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. കാരണം റോഡ് പോയി നോക്കുമ്പോൾ നമ്മൾ ഒമാനിലേക്ക് കയറിയാൽ നമുക്ക് ഒമാൻ്റെ ഫ്ലാഗ് കാണാം, ഒമാൻ്റെ രജിസ്ട്രേഷൻ വണ്ടികൾ കാണാം. അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും പെട്ടെന്ന്. ശരി. നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് ആ റൂട്ടുകൾ പോയി നെറ്റ്വർക്ക് ഒക്കെ ഇമ്മീഡിയറ്റ്ലി ആ ഏരിയയിലേക്ക് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഉണ്ടാവണം, റേഞ്ച് കാണിക്കില്ല. എന്നിട്ട് ആ ഏരിയയിലൂടെ അങ്ങനെ പോകുമ്പോൾ ഒമാനായിട്ട് ബേസ് ചെയ്തിട്ട് അവിടുത്തെ രാജാവിനെ നന്ദി പറയുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പല പോസ്റ്റേഴ്സും കാണാനൊക്കെ കാണാം. ഇത് കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് നമുക്ക് പാസ്പോർട്ടും കാര്യങ്ങളൊന്നും വേണ്ട, ഒന്നും വേണ്ട. അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അവിടെ ആരും അങ്ങനെ തടഞ്ഞിട്ടുമില്ല, ചെക്ക് പോസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഐ തിങ്ക് ഇറ്റ്സ് എ ഫ്രീ ടു ഗോ പ്ലേസ്. പിന്നെ ഇതിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും ഷാർജയാണ്. അവിടെ ഞങ്ങൾക്ക് ചെറിയൊരു സ്കൂൾ കാണാം, അത് അത്ര തന്നെ വലുപ്പമുള്ള ചെറിയൊരു പോലീസ് സ്റ്റേഷൻ, അതിനോട് ചേർന്നൊരു ഫയർ സ്റ്റേഷൻ, ഒരു എന്താ പറയുക ഒരു മൈക്രോ സിറ്റി എന്നൊക്കെ പറയുക, സിറ്റി അല്ല ഒരു മൈക്രോ വില്ലേജ് എന്നൊക്കെ പറയുന്ന മാതിരി ഒരു ചെറിയൊരു ഏരിയ. ഈ ഒരു ലൊക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് വാട്ടർ സ്പോർട്സ്, നാച്ചുറൽ വാട്ടർ സ്പോർട്സ് നിങ്ങൾക്ക് ഒരുപാട് അവിടെ കാണാൻ പറ്റും. ഈ ഒരു സ്ഥലം ഒരു റെയിനി സീസണൊക്കെ കഴിഞ്ഞ പാടൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇവിടെ പോയി എന്തോ സ്ട്രെസ് ഉണ്ടായിക്കോട്ടെ, അവിടെ പോയി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ഒരു ന്യൂ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. കാരണം അങ്ങനെയാണ് അവിടുത്തെ ഫീൽ. നാച്ചുറൽ വാട്ടേഴ്സിൽ കുറച്ച് ഡിപ്പ് ചെയ്യാം. പിന്നെ അവിടെ വഴിവരെ കച്ചവടക്കാരൊക്കെ എന്തെങ്കിലും ചെറിയ അവരുടേതായിട്ടുള്ള ചില സ്നാക്കുകളും കാര്യങ്ങളൊക്കെ അത് ട്രൈ ചെയ്യാം. പിന്നെ ഈ വാദി ഷീസിൽ ഇപ്പോൾ ഒരു പാർക്ക് തുറന്നിട്ടുണ്ട്. ഈ വാദി ഷീസ് ഈ പറഞ്ഞതിൻ്റെ കുറച്ച് അങ്ങോട്ടേക്കാണ്. അവിടെ ഇവരൊരു ചെറിയൊരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു വാട്ടർഫോളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു പാർക്കാണ് ഇത്. പാർക്ക് വിട്ട് കുറച്ച് താഴോട്ടേക്ക് വീണ്ടും ഒരു ലൊക്കേഷൻ. ഈ ലൊക്കേഷനിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എന്താ പറയുക പെർപെച്വൽ മോക്സൈലിൽ വർക്ക് ചെയ്യുന്ന വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം കാണാൻ പറ്റും. ഒരുപാട് കാലം പഴക്കമുള്ളതാണ്. ഇതിൻ്റെ രസം എന്ന് വെച്ചാൽ ടോപ്പ് മുകളിൽ നിന്ന് വെള്ളം താഴത്തേക്ക് പല കോലത്തിലേക്കായിട്ട് ഇവർ സ്പ്ലിറ്റ് ചെയ്ത് അത് ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ടാണ് ഇതിലെ പല മൂവ്മെൻറ്റ്സും നടക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത് കാണാൻ. അവിടെ മാവുണ്ട്, അതേമാതിരി ചെറിയ ചെറിയ കാരക്കത്തോട്ടങ്ങൾ. അവിടുത്തെ ആളുകൾ വളരെ കോപ്പറേറ്റീവാണ്. ഇപ്പോൾ ഒരു 2 കഷ്ണക്കാരൊക്കെ ഫ്രഷ് അതിന് മുകളിൽ പറിച്ച് കഴിക്കാനൊക്കെ അവർ ഹാപ്പിയാണ്. അത് പോകുന്നത് എനിക്ക് ഇതേമാതിരി ചോദിക്കും, 2 പറിച്ച് തോന്നും. അതുപോലെ അന്ന് മാങ്ങ ഉണ്ടായിരുന്നു. അത് നമുക്ക് ശരിക്കും നമ്മൾ നാട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. കാരണം കല്ലെടുത്ത് എറിയലും അതിൽ മാങ്ങട്ടും പോയ കഴിക്കലും അതൊക്കെ ഒരു ഫീലാണ്. ആ ഒരു ചെറിയൊരു നാരോ പാത്രം, നമുക്ക് ആ പാത്രത്തിലൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാട്ടർ കാണാം. വാട്ടർ നമ്മൾ മോൻ കഴിക്കൂടെ എന്ന് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു. നിങ്ങൾ മോൻ കഴിങ്ങൾക്ക് ഇത് കുടിക്കാം, തപ്പി വരാമെന്ന്. അങ്ങനെ ആ ഒരു ലൊക്കേഷനൊക്കെ നിങ്ങളൊരു എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് എന്താ പറയുക അവിടെ വളരെ ഡീപ്പായിട്ടുള്ള എന്താ പറയുക വാലികളുണ്ട്. അത് ഏറ്റവും ബെറ്റർ ഫോർ എക്സ്പ്ലോർ പോകുന്നതാണ്. ബട്ട് നമുക്ക് സെഡാനിലും പോകാൻ പറ്റും. ഗ്രാൻഡ് കാനിയൻ ഓക്കെ. അപ്പം ഗ്രാൻഡ് കാനിയൻ്റെ ഒരു എന്താ പറയുക ഒരു വെറ്റ വേർഷൻ, ഒരു നനവൊക്കെയുള്ള കുറച്ച് വെറ്റായിട്ടുള്ള അങ്ങനെ ഒരു ഏരിയ. മുമ്പ് അവിടെ ചിലപ്പോൾ വല്ല നദികളോ പുഴയൊക്കെ ആയിരിക്കും ഒരുപാട് കാലം മുമ്പ്. പക്ഷേ ആ ഏരിയയിലേക്ക് കയറി കഴിഞ്ഞാൽ അന്നേരമൊക്കെ നമ്മൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ UAEൻ്റെ പാർട്ടോ ഹൗക്കം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അത് ക്വസ്റ്റ്യന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. കാരണം അങ്ങനത്തെ ലൊക്കേഷൻസ് നമ്മൾ കോഴിക്കോട് കാണാൻ ചിലപ്പം ടർക്കോസ് കളറുള്ള ഒരു ക്ലൗഡി വാട്ടേഴ്സിൻ്റെ ഒരു ഏരിയ കാണാം. അവിടെ നമുക്ക് ടെൻ്റ് അടിച്ച് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. ആ ഒരു റൂട്ടൊക്കെ ഇങ്ങനെ ക്ലൈമറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവും. ഒരു റെയിനി പോസിബിലിറ്റി കാണിക്കും, പിന്നെ അതൊരു ചൂടിലേക്ക് പോകും. ഒരു ട്രാങ്ക്വിലിറ്റി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല ലൊക്കേഷനാണ്. ദുബായിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനായി മാറിയിട്ടുണ്ട് അൽഖുദറ. അൽഖുദറയിൽ 10ലധികം പ്രാവശ്യം പോയി അവിടെ ടെൻ്റ് അടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ദില്ലു. എന്താണ് അൽഖുദറിനെ പറ്റി പറയാനുള്ളത്? അൽഖുദറിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് അത് ആൾക്കും അറിയുന്നതായിരിക്കും, എന്നാലും അത് കംപ്ലീറ്റ്ലി മാൻമെയ്ഡാണ്. A to Z. അൽഖുദറ ആക്ച്വലി 3 പോർഷനായിട്ടുള്ളത്. അൽഖുദറയിൽ ലവ് ലേക്ക് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, അൽഖുദറ ലേക്സ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്,
എക്സ്പോയിലേക്ക് നല്ല വേറെ ഓപ്ഷൻ. ഈ എക്സ്പോയിലേക്ക് എക്സ്പോ 2020 സമയത്ത് അതിൻ്റെ ലോഗോന്റെ ഷേപ്പിലാണ് അവർ ആ വെള്ളത്തിന്റെ ആ ഒരു പോണ്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഫ്ലെമിംഗോ ലേക്ക് എന്ന് പറയുന്നത് അത് ഈ അൽകുദ്ര ലേക്സിന്റെ ഒരു പോർഷൻ ആണ്. അതൊരു ജസ്റ്റ് ഒരു പോർഷൻ. സോ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് കയറാം. നിങ്ങൾക്ക് അൽകുദ്രയിലൂടെ പോവാം, അല്ലാണ്ട് ഡയറക്റ്റ് ലവിലേക്ക് പോയി ടച്ച് ചെയ്യുക. അപ്പോൾ ഈ അൽകുദ്രയിൽ ആക്ച്വലി ഈ ലേക്സ് എനിക്ക് അറിയില്ലായിരുന്നു മാൻമേഡാണ്. അപ്പം ഇങ്ങനെ വണ്ടി നിർത്തി ഇങ്ങനെ ഞാൻ അങ്ങനെ ഒരു വ്യൂ ആസ്വദിക്കുന്ന സമയത്ത് ഞാൻ കറുത്ത ടാർപോളിൻ ഷീറ്റ് എനിക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ എന്താ ഈ ടാർപോളിൻ ഷീറ്റ് നോക്കി ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ഈ ടാർപോളിൻ ഷീറ്റ് ഇങ്ങനെ പോവുക വെള്ളത്തിൻ്റെ അടിപൊളി. ഇതിൽ കംപ്ലീറ്റ്ലി ഈ ഒരു ടാർപോളിൻ ഷീറ്റ് പോലത്തെ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ കൊണ്ട് ഇതാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇവർ വെള്ളം ഫില്ല് ചെയ്ത് അതിലേക്ക് ഈ കോഴിക്കാർപ്പ് പോലത്തെ ഫിഷുകൾ, പിന്നെ പലതരം പക്ഷികൾ ലൈക്ക് ബ്ലാക്ക് സ്വാൻ, വൈറ്റ് സ്വാൻ, പിന്നെ ക്രസ്റ്റഡ് ഹെറൻസ്, പിന്നെ പലതരം ഫിഷുകൾ, പിന്നെ എന്താ പറയുക പൂച്ച, ബേസിക്കലി അവിടെ ഒരു ടോട്ടൽ ഒരു എക്കോസിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്തു. പകല് കാണാൻ ഈ ഒരു പക്ഷികൾ ഇതൊക്കെ ആയിട്ട് വേറൊരു വൈബ് തന്നെ. പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ അതിൻ്റെ എന്താ പറയുക ഒരു എക്സ്പ്ലോറേഷൻ ആയിട്ടുള്ള ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു മെയിൻ ട്രാങ്ക്വിലിറ്റി സാധനം കിട്ടണമെങ്കിൽ രാത്രി 12-1 മണി സമയത്ത് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ആളുകൾ കുറവുള്ള സമയത്ത്, അതും ഒരു ജനുവരി തണുപ്പുള്ള സമയത്ത്. അന്നേരം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു ലൊക്കേഷനിൽ മഞ്ഞ് മൂടിയിട്ട് ഈ വെള്ളത്തിൻ്റെ ഏകദേശം ഒരു 1 to 2 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഇതിങ്ങനെ വന്ന് നോക്കും. മഞ്ഞ് ഇങ്ങനെ ഈ ഒരു ഫോഗ് ഇങ്ങനെ വന്ന് നോക്കും. ശരിക്കും എന്താന്ന് പറയുക ഒരു അബാൻഡൻഡ് ഒരു എന്താ പറയുക ഒരു ഗോസ്റ്റി ഒരു ഫീൽ ഈ സാധനം തരും. എന്നിട്ട് ഈ ഒരു ലവ് ലേക്കിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ഒരു വലിയ ഒരു യെല്ലോ ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റും കൂടി അടിക്കുമ്പോൾ എന്താ പറയുക ഒരു ഹൊറർ മൂവിയിലേക്ക് ഉള്ള ഒരു സെറ്റപ്പിനുള്ള എല്ലാ സാധനവും അവിടെ കറക്റ്റായിട്ട് അങ്ങ് വരും. അതിൻ്റെ ഇടയ്ക്ക് അവിടെ മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ കാലം കോഴി എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഒരു പക്ഷി ഉണ്ട്. ഇത് ആ സമയത്ത് അവിടെ നിന്ന് ബാക്കി കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം മാറും. ഇറ്റ് വിൽ ബി നൈസ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസോടുകൂടി പിന്നെ ഈ ഒരു ലവ് ലേക്കിലേക്ക് നമ്മൾ കിടന്നു തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ബേസിക് അമ്യൂണിറ്റീസിനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അതേമാതിരി തന്നെ ഇപ്പോൾ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ മുമ്പ് പോയ സമയത്തൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അവിടെ ചെറിയ ചെറിയ കഫേസ് തുറന്നിട്ടുണ്ട്. അത്യാവശ്യം അവിടെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നൊക്കെ ലൈറ്റ്സോ ഇനി ടെൻറ്റ് വാങ്ങണോ എല്ലാം അവിടെ ഇപ്പോൾ കിട്ടാൻ. ഈ ലവ് ലേക്കിൻ്റെ ചുറ്റും ഒരു റണ്ണിങ് ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിലൂടെ ലൈഫ് റിഫ്ലെക്റ്റീവ് ആയിട്ടുള്ള പെയിൻ്റാണ് യൂസ് ചെയ്തത്. അപ്പോൾ പലരും എന്താകും അതിലൂടെ കുറേ ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണിൻ്റെ ടോർച്ച് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ തൻ്റെ പേര് എഴുതി അതിൻ്റെ അടുത്ത് കിടന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ ഒരു വൈബാണ്. പിന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഞാൻ അവിടെ ക്യാമ്പ് ചെയ്ത് 2-3 തവണ. പിന്നെ രാവിലെ എണീപ്പിച്ചിട്ടുള്ളത് അവിടെയുള്ള പക്ഷികളോ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി കൂടിയ പൂച്ചകളോ ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഈറ്റകൾ വന്ന് മാന്തുന്നതോ അല്ലെങ്കിൽ വന്ന് താകുന്നതോ അത് ഞാൻ അറിയാം. രാവിലെ എണീച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൂരെ കോട്ടയം ബലൂൺസ് കൊണ്ടുവന്നത് കാണാം. ആ ഒരു എക്സ്പീരിയൻസോടുകൂടി ഇങ്ങനെ 2 നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കോഴിക്കാപ്പിന് ഫീഡ് ചെയ്യുന്ന ടൈം ഉണ്ടാവും. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എത്രത്തോളം വലുതാണ്. കാരണം അത്രയും കോഴിഫിഷുകളാണ്. സോ അൽകുദ്രയിൽ രാവിലെ ക്യാമ്പിങ്ങിന് ശേഷം പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ പലരും ഞാൻ കാണുന്നത് ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിട്ടേൺ ചെയ്തതാണ്. പക്ഷെ എക്സ്പ്ലോർ ചെയ്യാൻ അവിടെ 2 സ്ഥലങ്ങളുണ്ട്. അതിൽ ഒന്നെന്താണെന്ന് വെച്ചാൽ ഈ ഒറിക്സിനെ സ്പോട്ട് ചെയ്യാനുള്ള ഒരു വ്യൂണ്ടൊക്കെ ഉണ്ടാവും. അറേബ്യൻ ഒറിക്സ്. യെസ്. ഇത് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാനത് എത്തിപ്പെട്ടത്. ഞാൻ ആക്ച്വലി എക്സ്പോ ലേക്കിലേക്കായിരുന്നു എൻ്റെ ലക്ഷ്യം. ഓബ്വിയസ്ലി ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് പോകുന്നതെന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ അതിനെ വിശ്വസിച്ചാണ് പോയത്. അത് ചതിച്ചതാണ്. പക്ഷേ ഞാൻ ആ സ്പോട്ടിലെത്തി ആ ഒരു വ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഈ ആഫ്രിക്കൻ വൈൽഡ് ലൈഫ് വീഡിയോസിലൊക്കെ കാണാം. ഈ മൃഗങ്ങളിങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നത്, ഓടുന്നതും അതേപോലെ തന്നെ ഈ സ്റ്റാമ്പീഡ് പോലെ റൺ ചെയ്ത് ഇതേപോലെ ഒരു വ്യൂ ആണ്. അതെന്തിനെ ഈ അറേബ്യൻ ഒറിക്സ് UAE-ൻ്റെ നാഷണൽ ആയിരുന്നു. ഇത് ഓടുന്നതായിട്ട് ഞാൻ കണ്ടത്. അത് ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ജീവികളായിട്ടാണ്. ഇറ്റകളെ തട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇറ്റൊക്കെ വല്ലതും നമ്മൾ കാരണം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിൽ ജയിലിലാണ്. അത്രയും ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആനിമലാണത്. ഈറ്റകളെ നല്ല പ്രോപ്പറായിട്ട് നമുക്ക് ഈറ്റകൾ സ്റ്റാമ്പീഡായിട്ടും പിന്നെ ചില ക്യൂരിയസ് വണ്ണസ് വേണമെങ്കിൽ നമ്മളെ വണ്ടിൻ്റെ അടുത്ത് വരെ വരും. അങ്ങനെ ഈറ്റകളെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഈ എക്സ്പോ ലേക്കിലേക്കാണ്. എക്സ്പോ ലേക്കിൽ
നമ്മൾ നേരത്തെ കണ്ട പോലത്തെ സ്വയൻസോ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇവിടെ അതിന് അവിടുത്തെ ഫ്ലൈയിങ് ബേർഡ്സ് ആണ് അവിടെ കൂടുതലും. പല കോലത്തിലുള്ള അതിനുള്ള വ്യൂ ഡെക്കുകളുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഈറ്റകളെ കാണാം. വ്യൂ ഡെക്കിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവർ ഈറ്റേക്കിൽ ഒരു ഫീഡിങ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യും. ഫീഡിങ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ മുകളിൽ പോയി അവിടെ സെറ്റ് ആവും. പിന്നെ കുറച്ച് നേരത്തേക്ക് അവിടെ ഇറങ്ങും. ഈറ്റകൾ ഫീഡിങ്ങിനുള്ള ഫോട്ടോ എടുക്കുക, വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ സെറ്റ് ചെയ്യാം. അൽഖുദറയിൽ ഈ ലവ്ലിലേക്ക് കുറച്ചൊരു സാൻഡി ഏരിയ ആണ്, മണ്ണുതൊക്കെ ആയിട്ട്. നേരെ മറിച്ച് ഈ സ്പോട്ട് കുറച്ചുകൂടി ഗ്രീനറിയാണ്, നല്ല പച്ചപ്പുല്ലൂടൊക്കെ വിരിച്ച് അടമരങ്ങൾക്കിടയിൽ വേണമെങ്കിൽ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്ത് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് മാക്സിമം എൻജോയ്മെൻറ്റ് അവിടെ നടത്തും. ഇതൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക്. പിന്നെ ഒരു ഇതെന്താണെന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെപ്പോഴും ക്ലീനായി സൂക്ഷിക്കുക എന്നുള്ളതാണ് മെയിൻ. മുമ്പുള്ള പല സ്പോട്ടുകളും അടച്ചു പോകാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ആളുകൾ വന്ന് അവർ ക്യാമ്പിങ് കഴിഞ്ഞാൽ അതിൻ്റെ കരി ഇതൊക്കെ അവിടെ ഇട്ട് പോകുന്നതാണ് മെയിൻ ഇഷ്യൂസ്. പക്ഷേ ഇവരങ്ങനെ ഒരു മേജറായിട്ടുള്ളൊരിത് കണ്ടിട്ടില്ല. പക്ഷെ ആളുകൾ ഇപ്പോഴും ഉണ്ടാക്കി പോകുന്നുണ്ട്. പക്ഷേ അതൊരു വലിയൊരു കൺസേണാണ്. കാരണം നല്ല നല്ല ലൊക്കേഷൻസ് ഇവർ ക്ലോസ് ചെയ്യുന്നതിൻ്റെ കാരണം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പീസ്ഫുൾനെസ് ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്നത് ഈ ഒരു വേസ്റ്റും ഇതൊക്കെ വരുമ്പോൾ ഇവരങ്ങ് ക്ലോസ് ചെയ്തതാണ്. അങ്ങനെ ഒന്ന് രണ്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്ത നല്ല നല്ല സ്ഥലങ്ങൾ ഇവരിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ വാദി ഷീസിലെ മുമ്പ് പറഞ്ഞ പോലെ വാദി ഷീസിലെ ഒരു പോയിന്റ് ഉണ്ട് ഇതേമാതിരി കുളിക്കാനൊക്കെ പറ്റുന്നത്. അത് പെർമനൻ്റ്ലി ക്ലോസ് നിങ്ങൾക്ക് ആർക്കും പോകില്ല. പക്ഷെ ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. റെസ്പോൺസിബിൾ ട്രാവലർ ആവുക എന്നുള്ളത് കംപ്ലീറ്റ്ലി റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഞാൻ അൽഖുദറിന്റെ വീഡിയോസിലൊക്കെ ഈ ഫ്ലെമിംഗോസിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അവിടെ ലേക്കിൽ ഫ്ലെമിംഗോസ് വരുന്നത് ഈ അൽഖുദറ ലേക്സിലെ ഒരു ഫാദർ മോസ്റ്റ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ എല്ലാ വൈകുന്നേരവും രാവിലെ ഫ്ലെമിംഗോസ് ഇറങ്ങും. അപ്പോൾ ഫ്ലെമിംഗോസ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെപ്പോഴും മൈൻഡിൽ വരിക ആ ഒരു പിങ്കിഷ് കളറുള്ള ഫ്ലെമിംഗോസാണ്. ഇതങ്ങനെയല്ല. ഈ പിങ്കിഷ് കളർ വരുന്നത് ഫ്ലെമിംഗോസിന് അത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പിഗ്മെൻറ്റേഷൻ വരുന്നതാണ്. അത് ഇവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം? ചില സ്പോട്സ് കാണാം. ചിലത് ബ്രൈറ്റ്ലി പിങ്ക് ആയിരിക്കും, ചിലത് വൈറ്റ് ആയിരിക്കും, ചിലത് എന്താ പറയുക രണ്ടിൻ്റെ മിഡിലായിരിക്കും. പക്ഷേ നല്ല കൗണ്ട് ഉണ്ടാവും. ഓൾമോസ്റ്റ് 50+ ഇത് കുറേ പാക്ഡ് ആയിട്ടുണ്ടാവും, കുറേ സെപ്പറേറ്റ് ആയിരിക്കും. ഇത് കാണാനായിട്ട് അവിടെ കുറേ പേര് വന്ന് നിൽക്കുന്നുണ്ട്. ഈ സെയിം ഫ്ലെമിംഗോസിൻ്റെ ഇത് നിങ്ങൾക്ക് ഇവിടെ ദുബായിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അത് ദുബായിൽ ഒരു കണ്ടൽക്കാടുകളൊക്കെ ഉള്ള ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട്. അവിടെ ഇതേപോലെ ഈ ദേശാടന പക്ഷികളും ഇതൊക്കെ വന്നറിയുന്ന സ്ഥലമാണ്. ആക്ച്വലി ഈ കണ്ടൽക്കാടുകൾ ഫേമസ് ഇതൊന്നും ആളുകൾ കൂടുതൽ അറിയുന്നത് അബുദാബിത്തതാണ്. പക്ഷെ അബുദാബിക്ക് മാത്രമല്ല ദുബായിക്ക് പോകുന്നുണ്ട്, ഷാർജക്ക് പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും അങ്ങനെ അറിയുന്നില്ല.